Hi dears, welcome to AECS online class. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്തെല്ലാം പഠിച്ചു? ഈ ചാപ്റ്ററിൽ നമ്മൾ ബോട്ടിൻ്റെ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ പഠിച്ചു. പിന്നെയോ ടൈം കണ്ടുപിടിക്കാൻ പഠിച്ചു. ബോട്ടിൻ്റെ ടൈം സ്പീഡ് കണ്ടുപിടിക്കാൻ പഠിച്ചു. പിന്നെയോ ബാങ്കിലെ അല്ലേ എമൗണ്ടുകളുടെ കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ പഠിച്ചു. എമൗണ്ട് ബാങ്കിലൊക്കെ എങ്ങനെയൊക്കെയാണ് ഇൻട്രസ്റ്റ് ഒക്കെ വരുമ്പോൾ നമ്മൾ എത്ര രൂപയൊക്കെ അടയ്ക്കേണ്ടി വരും, അല്ലെങ്കിൽ മാസം എത്ര രൂപയൊക്കെയായി ഡിവൈഡ് ചെയ്ത് നമ്മൾ അടയ്ക്കണം എന്നുള്ള കാര്യങ്ങൾ ബാങ്കിനെ സംബന്ധിച്ചുള്ള റുപ്പീസിൻ്റെ കാര്യങ്ങളെല്ലാം നമ്മൾ പഠിച്ചു. ഇനിയോ 1 lakh അല്ലേ 1 lakh എന്താണെന്ന് പഠിച്ചു. പിന്നെയോ ഫിഷ് മാർക്കറ്റിൽ ചെന്ന് നമ്മൾ കുറച്ച് മത്സ്യങ്ങൾ എന്താണ് അവയുടെ കിലോ കണക്കിന് നമ്മൾ എത്ര രൂപയ്ക്കൊക്കെ മീൻ വാങ്ങിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു അല്ലേ. അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള പൈസയ്ക്ക് എത്ര കിലോ സാധനങ്ങൾ നമുക്ക് വാങ്ങിക്കാൻ പറ്റും എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഏകദേശം നമ്മൾ ഈ ചാപ്റ്റർ പഠിച്ചല്ലേ. ഇനി നമുക്ക് ബാക്കി പഠിക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും പേജ് നമ്പർ 14 എന്താണ് ഫസില എന്ന് പറയുന്ന ഒരു ഫിഷർ വുമനുണ്ട്. അവർ മറ്റ് ഫിഷർ വുമൻസൊക്കെ ആയിട്ട് ചേർന്ന് ഒരു ഡ്രൈ ഫിഷ് ഫാക്ടറി സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. എന്താണ് ഡ്രൈ ഫിഷ് ഫാക്ടറി? ഉണക്കമീൻ എന്നൊക്കെ കിട്ടില്ലേ, അതിൻ്റെ ഒരു ഫാക്ടറി സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പം നമ്മൾ എന്തൊരു സംരംഭം സ്റ്റാർട്ട് ചെയ്യുമ്പോഴും നമ്മുടെ കയ്യിൽ എന്താണ് പൈസ വേണം അല്ലേ. അപ്പോൾ അവരുടെ സേവിങ്സും എല്ലാം വെച്ചിട്ട് അവരൊരു ഫാക്ടറി സ്റ്റാർട്ട് ചെയ്യുകയാണ്. പിന്നെ അതിൻ്റെ ചിലവുകൾ എന്തെല്ലാം ഉണ്ട്, അതിനുവേണ്ടി അത്യാവശ്യം വാങ്ങേണ്ടുന്ന സാധനങ്ങൾ എന്തൊക്കെയാണ്, അതിനുവേണ്ടി അവർ ചിലവാക്കേണ്ട പൈസ എന്തൊക്കെയാണ്, ലാസ്റ്റ് അവർക്ക് എന്ത് ലാഭം കിട്ടും എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മളിപ്പോൾ ഇനി പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഫിഷർ വുമൻസിനെല്ലാം എന്താണ് പഞ്ചായത്തിൽ നിന്ന് 74,000 റുപ്പീസ് എന്തായി കുറച്ച് എമൗണ്ട് കിട്ടി. ഇനി എന്താണ് ഇനി അവർ അവരുടെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്ന ഫാക്ടറി സ്റ്റാർട്ട് ചെയ്യാനുള്ള പദ്ധതികളൊക്കെയാണ് പേജ് നമ്പർ 40. അപ്പോൾ ആ ഫാക്ടറി സ്റ്റാർട്ട് ചെയ്യാൻ അവർക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണോ അതിൻ്റെ ലിസ്റ്റ് ഫസീല എന്ന് പറയുന്ന ഒരു ഫിഷർ വുമൻ എടുത്തിട്ടുണ്ട്. നമുക്ക് എന്തൊക്കെയാണ് സാധനങ്ങൾ ആ ടേബിളിൽ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ഐറ്റം, പ്രൈസ് ഓഫ് ഈച്ച്, നമ്പർ ഓഫ് ഐറ്റംസ്, കോസ്റ്റ്. ഓക്കെ, ഫസ്റ്റ് ഐറ്റം എന്താണ്? ബോർവെൽ ഫോർ ഫ്രഷ് വാട്ടർ അല്ലേ. മത്സ്യങ്ങൾക്ക് കഴുകിയൊക്കെ എടുക്കാൻ എന്താണ് ഫ്രഷ് വാട്ടർ വേണം. അത് വലിയൊരു ബോർവെല്ലാണ്. അപ്പോൾ അത് ഒരു ബോർവെല്ലിന് വേണ്ടിയിട്ട് അവർ ചിലവാക്കേണ്ടത് എമൗണ്ട് എത്രയാണ് എന്ന് വായിച്ചേ. ₹3,000. അവർക്ക് എത്ര ഐറ്റം വേണം, എത്ര ബോർവെൽസ് വേണം? 1 അല്ലേ. എത്ര ബോർവെൽസ് വേണം? 1 ആണ്. ഒരു ബോർവെല്ല് അവർക്ക് വേണ്ടി ചിലവാകുന്ന പൈസ എന്താണ്? ഒരു ബോർവെൽ നിർമ്മിക്കാൻ വേണ്ടി ചിലവാകുന്ന പൈസ, ഫ്രഷ് വാട്ടറിൻ്റെ ബോർവെല്ലിന് വേണ്ടി ചിലവാകുന്ന പൈസ 3,000 ആണ്. ആ ഫ്രഷ് വാട്ടർ ബോർവെൽ ഒരെണ്ണം മതി. സോ അവിടെ ചിലവാകുന്ന പൈസ എന്താണ്? അത് തന്നെ 3,000 അല്ലേ. 3,000 തന്നെയാണ്. ഇനി അടുത്തത് ബാംബൂ റാക്ക് ഫോർ ഫിഷ് ഡ്രൈ. ബാംബൂ റാക്ക്. ഓക്കെ, ബാംബൂ റാക്ക് എന്താണ്? ഫിഷ് ഡ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സാധനമാണ്. അത് ബാംബൂസ് വെച്ചിട്ടുള്ള ഒരു പെട്ടി പോലുള്ള സംഭവമാണ്. അതിന് അവർക്ക് ചിലവാകുന്ന പൈസ എന്താണ്? ₹2,000 ആണ്. അത് എത്ര എണ്ണം വേണം അവർക്ക്? 20 എണ്ണം വേണം. ഓക്കെ, അപ്പോൾ ഒരെണ്ണത്തിന് 2,000 റുപ്പീസ് ആണ്. അവർക്കത് 20 എണ്ണം വേണം. അങ്ങനെയെങ്കിൽ അവിടെ ചിലവാകുന്ന പൈസ എന്തായിരിക്കും? ഒരെണ്ണത്തിന് 1,000 അല്ലേ, 20 എണ്ണം വേണ്ടേ. സോ 2,000 × 20. 2,000 × 20 എങ്ങനെ ചെയ്യും? എളുപ്പമാണ് അല്ലേ. 2 × 4 ആണ്. ബാക്കി എത്ര സീറോസ് അവിടെ ഉണ്ട്? 2,000 3 സീറോസ് ഉണ്ട്, 20ക്ക് 1 സീറോയേ ഉള്ളൂ. അപ്പോൾ ആൻസറിൻ്റെ കൂടെ ആ 4ൻ്റെ കൂടെ ബാക്കിയുള്ള ആ 4 സീറോസ് കൊടുത്താൽ മതി അല്ലേ. 2 × 2 4 ആണ്. ബാക്കിയുള്ള ആ സീറോസ് എല്ലാം എഴുതി. 2,000 3 സീറോ ഉണ്ട്, 20യുടെ 1 സീറോ ഉണ്ട്. ടോട്ടൽ 4 സീറോസ് ഉണ്ട്. അപ്പോൾ 4 എന്ന് എഴുതി, പിന്നെ 4 സീറോസ്. ആൻസർ എന്താണ്? 40,000. ഓക്കെ, 40,000. ഇനി അടുത്തത് സിമെൻറ്റ് ടാങ്ക്. സിമെൻറ്റ് ടാങ്ക് വേണം. അത് എത്ര രൂപയാവും നമുക്ക് ചിലവ്? ₹1,000 അല്ലേ. ₹1,000 ആണ്. ആ സിമെൻറ്റ് ടാങ്ക് എത്ര എണ്ണം വേണം? നമ്പർ ഓഫ് ഐറ്റംസ് എത്ര എണ്ണം വേണം? 4 എണ്ണം വേണം. ഓക്കെ, അപ്പോൾ ഒരെണ്ണത്തിന് 1000 രൂപയാണ്. അവർക്ക് 4 എണ്ണം വേണം. സോ ടോട്ടൽ എമൗണ്ട് അവിടെ ചിലവാകുന്നത് എന്താണ്? 1000 × 4. 184. 4 ആണ്. 4ൻ്റെ കൂടെ 1000, ആ 3 സീറോസ്. സോ ആൻസർ എന്താണ്? 4,000. അവിടെ എഴുതിക്ക് എല്ലാവരും 4,000. ഇനി അടുത്തത്
ട്രേ ആൻഡ് നൈഫ് അതാണ് ഐറ്റം. അതിന് വേണ്ടി ചിലവാകുന്ന പൈസ ഒരെണ്ണത്തിന് 300 റുപ്പീസാണ്. അവർക്കത് 20 എണ്ണം വേണം. ഓക്കെ, അപ്പോൾ അവിടെ ചിലവാകുന്ന പൈസ എന്താണ്? 300 × 20. 320 എന്താണ്? അവിടെ ഇതുപോലെ തന്നെ എളുപ്പമാണ്. 3 × 2 6 ആണ്. ഓക്കെ, 3 × 6 ആണ്. 300 2 സീറോസ് ഉണ്ട്, 20ക്ക് 1 സീറോ ഉണ്ട്. സോ ആൻസറായിട്ട് വരുന്ന 6ൻ്റെ കൂടെ ടോട്ടൽ കംപ്ലീറ്റ് സീറോസ് എഴുതുക. അതായത് 6 0 0 0. 300 2 സീറോ ഉണ്ട്, 20 1 സീറോ ഉണ്ട്, മൊത്തം 3 സീറോസ് അല്ലേ. അപ്പോൾ 6ൻ്റെ കൂടെ 3 സീറോസ്. ആൻസർ 6000. മൾട്ടിപ്ലിക്കേഷനൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ. ഓക്കെ, ഇനി അടുത്ത ഐറ്റം അവർക്ക് വേണ്ടത് ബക്കറ്റാണ്. ബക്കറ്റ് ഒരെണ്ണത്തിന് 75 റുപ്പീസ് ചിലവാകും. അങ്ങനെയെങ്കിൽ അവർക്കത് 20 എണ്ണം വേണം, 20 വേണം. അങ്ങനെയെങ്കിൽ അവിടെ ചിലവാകുന്ന പൈസ 75 × 20 ആണ്. അതെങ്ങനെ ചെയ്യുന്നു? മൾട്ടിപ്ലിക്കേഷനാണ്. 75 × 20. ഓക്കെ, 75 × 20 ചെയ്യാൻ പറഞ്ഞു. ആദ്യം 0 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. 0 × 5 0 ആണ്, 0 × 7 0 ആണ്. ഇനി 2 × 5 5 2 10 ആണ്. 10ൻ്റെ 0 മാത്രം 10ൻ്റെ സ്ഥാനത്ത് എഴുതി ക്യാരി 1 മുകളിൽ കൊടുത്തു. 7 2 14 14 + 1 എന്താണ്? 15. ലാസ്റ്റ് ഒരുമിച്ച് ആഡ് ചെയ്യുകയാണ്. ഇവിടെ 0 മാത്രമേ ഉള്ളൂ. ഇവിടെ 0 + 0 0 ആണ്. 5 1 റുപ്പീസ് എന്ത് കിട്ടി? 1500 എന്ന് കിട്ടി. ഓക്കെ, 75 × 20 എങ്ങനെ ചെയ്യും? ആദ്യം 0 കൊണ്ട് 7നെ 5നെ മൾട്ടിപ്ലൈ ചെയ്യുക. 0 0 എന്ന് കിട്ടും. 2 കൊണ്ട് 5നെയും 7നെ മൾട്ടിപ്ലൈ ചെയ്യുക. 2 കൊണ്ട് 5 + 10 ആണ്. 10ൻ്റെ 0 മാത്രം ആ 10ൻ്റെ സ്ഥാനത്ത് താഴെ എഴുതി ക്യാരി 1 മുകളിൽ കൊടുത്തു. 7ന് കൊടുത്തു. ഇനിയോ 7 2 14 14 ഈ ക്യാരി 1 എന്താ ചെയ്യുന്നത്? ആഡ് ചെയ്ത് +1 = 15. അപ്പോൾ ആൻസർ എന്ത് കിട്ടി? 1500 എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ അവർക്ക് ചിലവാകുന്ന പൈസ ബക്കറ്റിന് വേണ്ടി 1500 ആണ്. അങ്ങനെയെങ്കിൽ ടോട്ടൽ കോസ്റ്റ് ടു സെറ്റപ്പ് ദ ഫാക്ടറി, അങ്ങനെയെങ്കിൽ അവർക്ക് ഒരു ഫാക്ടറി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന ടോട്ടൽ എമൗണ്ട് എന്തായിരിക്കും? ഓക്കെ, ഈ ഒരു ബോക്സ് കംപ്ലീറ്റ് ആഡ് ചെയ്താൽ പോരെ? അവർ ഒരു ഫാക്ടറി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഓരോ എണ്ണത്തിനും ചിലവാകുന്ന പൈസ ഈ ഒരു ബോക്സിൽ കണ്ടുപിടിച്ച് കഴിഞ്ഞു. അല്ലെങ്കിൽ മൊത്തം കണക്കെടുക്കുകയാണെങ്കിൽ എന്ത് ചെയ്യുക? ഈ ബോക്സ് കംപ്ലീറ്റും ആഡ് ചെയ്യുക. 3000 + 40,000 + 4,000 + 6,000 + 1,500. അഡീഷൻ അറിയാലോ. ഒന്ന് ആഡ് ചെയ്ത് എന്ത് കിട്ടും? അത് കിട്ടും 54,500 എന്ന് കിട്ടും. ഓക്കെ, മനസ്സിലാവുന്നതാ? 54,500 അവിടെ എഴുതിക്കുക എല്ലാവരും. 54,500. ഓക്കെ, ഈ ടേബിൾ എല്ലാവരും നോട്ട്ബുക്കിൽ വരയ്ക്കുക. പേജ് നമ്പർ 14 ഹെഡിങ് കൊടുക്കുക. എന്നിട്ട് fish factory. Why don't we start a new fish frying factory in the heading കൊടുത്തിട്ട് ആ factorize the things they need to buy to begin. See the table for the cost of each item and the number of items they want to buy. Find the total cost എന്ന് എഴുതുക. എന്നിട്ട് ആ ബോക്സ് വരയ്ക്കുക. ആ ബോക്സ് വരച്ചതിന് ശേഷം കംപ്ലീറ്റ് ആ മൂന്നാമത്തെ ബോക്സ് നമുക്ക് ആൻസർ കണ്ടുപിടിച്ചല്ലോ. എന്നിട്ട് ലാസ്റ്റ് എഴുതുക. ടെക്സ്റ്റ് ഉള്ളതുപോലെ തന്നെ ലാസ്റ്റ് എഴുതുക. ടോട്ടൽ കോസ്റ്റ് ടു സെറ്റ് അപ്പ് ദ ഫാക്ടറി = എന്താണ്? ടോട്ടൽ കോസ്റ്റ് എന്താണ്? ആ ഫാക്ടറി സെറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ചിലവായ പൈസ എന്താണ്? ഇപ്പം നമ്മൾ കണ്ടുപിടിച്ചു 54,500 അല്ലേ. ഇത് തന്നെയല്ലേ? വേറെ ചെയ്ത് നോക്കണം കേട്ടോ. 54,500 അഡീഷൻ അല്ലേ? അറിയാലോ എല്ലാവർക്കും. സോ എല്ലാവരും അതങ്ങനെ 54 എല്ലാ നമ്പേഴ്സിൻ്റെ ആഡ് ചെയ്ത് 50,000 + 40,000 + 4,000 + 6,000 + 1,500 എഴുതി. = എന്താണ്? 54,500 റുപ്പീസ് എന്ന് എഴുതുക. ഓക്കെ, അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയി. ഇനി അടുത്ത കാര്യത്തിലോട്ട് പോവുകയാണ്. When the fresh fish is dried, it becomes 1/3 sweet. എന്താണ് അവിടെ സംഭവിക്കുന്ന കാര്യം? എന്താണ്? ഒരു ഫ്രഷ് ഫിഷ് വാങ്ങിച്ച് കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ എന്ത് സംഭവിക്കും? അതിൻ്റെ വെയിറ്റ് കുറയും അല്ലേ. അത് എന്താണോ ആദ്യം ഉണ്ടായിരുന്ന വെയിറ്റ് അതിൻ്റെ 1/3 ആയി കുറയും. ഓക്കെ, in 1 month they plan to dry 6,000 kilograms of fresh fish. ഒരു മാസത്തിൽ അവർ പ്ലാൻ ചെയ്തത് എന്താണ്? 6,000 കിലോ മീൻ വാങ്ങിച്ചിട്ട് എന്ത് ചെയ്യാനാണ്? ഡ്രൈ ചെയ്യാനാണ്. അങ്ങനെയെങ്കിൽ ഹൗ മച്ച് ഡ്രൈഡ് ഫിഷ് വിൽ ദേ ഗെറ്റ് ഇൻ എ മന്ത്? അങ്ങനെയെങ്കിൽ ഒരു മാസം അവർക്ക് കിട്ടുന്ന ഉണക്ക മീൻ ഡ്രൈഡ് ഫിഷ് എന്തായിരിക്കും എന്നാണ്.
അപ്പോൾ 6000 ആണ് ഒരു മാസം അവർ ഫ്രഷ് ഫിഷ് വാങ്ങിക്കുന്നത്. എന്നിട്ട് എന്തായി, അവർ ഉണക്കി കഴിയുമ്പോൾ, ഡ്രൈ ചെയ്ത് കഴിയുമ്പോൾ, പ്രോസസ്സിംഗ് എല്ലാം കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ എന്തായി, ലാസ്റ്റ് കിട്ടുന്ന മീനിൻ്റെ വെയിറ്റ് എത്രയാണ്. നമ്മൾ പറഞ്ഞു ഒരു ഇത് മീൻ വാങ്ങിച്ചെന്ന് പറഞ്ഞാൽ ഫ്രഷ് ഫിഷ് വാങ്ങിച്ചാലും അതിൻ്റെ വെയിറ്റ് ഉണങ്ങി കഴിയുമ്പോൾ 1/3 ആയി കുറയും എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ 6000 കിലോഗ്രാം മീൻ വാങ്ങിച്ച് ഡ്രൈ ചെയ്തിട്ട് അതിൻ്റെ വെയിറ്റ് അവസാനം എന്തായിത്തീരും, എല്ലാ പ്രോസസ്സിങ്ങും കഴിയുമ്പോൾ ഉണക്കി കഴിയുമ്പോൾ എന്തായിത്തീരും, വെയിറ്റ് കുറയുന്നത് നമുക്ക് നോക്കാം. ഒന്ന് ചെയ്താൽ 6000 × 1/3 എങ്ങനെ ചെയ്യും? മുകളിലൊക്കെ ന്യൂമറേറ്ററിൽ കൊണ്ട് ആദ്യമേ നമുക്ക് ഈ നമ്പറിനെ മൾട്ടിപ്ലൈ ചെയ്യാം. 6000 × 1 എന്താണ്, 6000 തന്നെയാണ്. ഇങ്ങനെ നമ്പർ × 1 gives that number itself അല്ലേ. 6000 × 1 6000 തന്നെയാണ്. പിന്നെ ആൻസർ കിട്ടിയ ആ 6000 / 3 ചെയ്യുക. 6000 / 3 എങ്ങനെ ചെയ്യും? 6000 × 1 that is answer 6000 itself. That 6000 / 3 ആ ആൻസർ കിട്ടിയ 6000 / 3 ഇങ്ങനെ ചെയ്യും. ഡിവിഷൻ എല്ലാവർക്കും ഡൗട്ട് ഉണ്ടെന്ന് അറിഞ്ഞാൽ ജസ്റ്റ് ക്ലാസ് കേട്ടിരിക്കുക. ഡിവിഷൻ സെപ്പറേറ്റ് ക്ലാസ് ഇൻഷാല്ലാ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഡിവൈഡ് ചെയ്യുന്ന 3 ഇങ്ങനെ എഴുതി 6000 അകത്ത് ഈ ഒരു ബോക്സിൽ ഓപ്പൺ ബോക്സിനകത്ത് എഴുതിയിട്ടുണ്ട്. ഫസ്റ്റ് നമ്പർ നമുക്ക് കൺസിഡർ ചെയ്യും. 3 എന്ന് പറഞ്ഞാൽ 1 ഡിജിറ്റ് നമ്പർ അല്ലേ. അപ്പോൾ അകത്തുള്ള ഫസ്റ്റ് നമ്പർ നോക്കുക. ഫസ്റ്റ് നമ്പർ 6 അല്ലേ, 3 കാട്ടി കൂടിയ നമ്പറാണ്. അങ്ങനെയെങ്കിൽ 3യുടെ മൾട്ടിപ്പിൾസ് ടേബിൾസ് പറഞ്ഞു നോക്കുക. 1 3 is 3, 2 3s are 6 അല്ലെ, കറക്റ്റ് 6 കിട്ടുന്നുണ്ട്. അപ്പോൾ 2 3s are 6 ആണ്. അപ്പോൾ 2 എന്ത് ചെയ്യാം, മുകളിൽ എഴുതാം. 2നെ മുകളിൽ എഴുതി. അപ്പോൾ 2 × 3 6 ആണ്. ആ ആൻസർ കിട്ടിയ 6നെ ഇവിടെ എഴുതി. ഇനി എന്താ നെക്സ്റ്റ് സ്റ്റെപ്പ്, എന്ത് ചെയ്തു, മൈനസ് ചെയ്യാൻ പോവുകയാണ്. ഈ മുകളിലുള്ള 6ഉം താഴത്തുള്ള 6 നമ്മൾ മൈനസ് ചെയ്തു. 6 - 6 that is equal to 0. ഓക്കെ, അപ്പോൾ 6ന്റെ കാര്യം കഴിഞ്ഞു. ഇനി 6ന്റെ കൂടെ എന്തൊക്കെയുണ്ട്, 3 സീറോസ് ഉണ്ട്. ഒരു സീറോയെ ഞാൻ താഴത്തോട്ട് എഴുതി. നമുക്ക് 0 കൊണ്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, മുകളിൽ ആ 0ക്ക് വരാം, മുകളിൽ ഒരു 0 കൊടുക്കാം. 3 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ ഒന്നും പറ്റത്തില്ല, ഒന്നും സാധിക്കത്തില്ല. ഇനി ഒരു 0 ഉണ്ട്. അപ്പോൾ ആ 0നെ കൂടി ഞാൻ താഴത്തോട്ട് എഴുതി. അതും 0 ആയിപ്പോയില്ലേ, 3 ആയിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. സോ മുകളിൽ അതിന് പകരമായിട്ടൊരു 0 എഴുതി. ഇനി മൂന്നാമത്തെ 0 കൂടി ഞാൻ താഴത്തോട്ട് എഴുതി. അതിനെ 3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാനൊന്നും പറ്റില്ല. മൾട്ടിപ്ലൈ ചെയ്താൽ തന്നെ ആൻസർ കിട്ടുന്നത് 0 തന്നെയാണ് അല്ലേ. അപ്പോൾ അതിന് പകരമായിട്ട് മറ്റൊരു 0 കൂടി മുകളിൽ എഴുതി. അപ്പോൾ ആൻസർ എന്ത് കിട്ടി, കോഷ്യൻ്റ് ആയിട്ട് എന്ത് കിട്ടി, മുകളിൽ ആൻസർ എന്ത് കിട്ടി, 2000. അപ്പോൾ 6000 / 3 ആൻസർ എന്താണ്, 2000. സോ ഇവിടെ ആൻസർ 2000 ആണ്. അപ്പോൾ 6000 കിലോഗ്രാം ഫ്രഷ് ഫിഷ് വാങ്ങിച്ച് അത് ഡ്രൈ ചെയ്തെടുത്താൽ ആ ഡ്രൈ പ്രോസസ്സിങ് എല്ലാം കഴിഞ്ഞ് വരുമ്പോൾ കിട്ടുന്ന എത്രയായിരിക്കും, ഇനി എത്ര കിലോ ആയിരിക്കും ഭാരം അവസാനം കിട്ടുന്നത്, മീൻ 2000 കിലോഗ്രാം. ഓക്കെ, 6000 കിലോഗ്രാം അവർ എന്ത് ചെയ്തു, വാങ്ങിച്ച് ഫ്രഷ് ഫിഷ് ഡ്രൈ ചെയ്ത് അവസാനം കിട്ടുന്നത് 2000 കിലോഗ്രാം സാധനം മാത്രമേ കിട്ടുള്ളൂ അല്ലേ. അപ്പോൾ അവിടെ എഴുതിക്കുക, ഹൗ മച്ച് ഡ്രൈഡ് ഫിഷ് വിൽ ദേ ഗെറ്റ് ഇൻ എ മന്ത്. എന്താണ്, 2000 കിലോഗ്രാം. 6000 × 1/3 is equal to 1000 കിലോഗ്രാം. ഇതും അവിടെ എഴുതിയിട്ടുണ്ട്. ഡിവിഷൻ എങ്ങനെയാണ് ചെയ്തത് എന്നുള്ള കാര്യം അവിടെ എഴുതിയിട്ടിരിക്കുക. ഇനി അടുത്തത് വേറൊരു ഫിഷ് വുമൻ്റെ കാര്യത്തിലോട്ട് കിടക്കുകയാണ്. ഫ്ലോറമ. Let us first calculate for 6 kilogram of fresh fish. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം 6 കിലോഗ്രാം ആ ഒരു ഫ്ലോറമ എന്ന് പറയുന്ന ഒരാൾ മാത്രം ഈ ഒരു എന്താണ് കച്ചവടം ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ്. അപ്പോൾ അവരുടെ ബഡ്ജറ്റിൽ 6 കിലോഗ്രാം ഫ്രഷ് ഫിഷ് എടുക്കുകയാണ്. അപ്പോൾ വി ബൈ ഫ്രഷ് ഫിഷ് ഫോർ ₹15 per kilo. ഓക്കെ, അപ്പോൾ അവർ 1 കിലോയ്ക്ക് 15 രൂപ വെച്ചിട്ടാണ് നമ്മുടെ ഫ്രഷ് ഫിഷ് വാങ്ങിക്കുന്നത്. പിന്നെയോ വി സെൽ ഡ്രൈഡ് ഫിഷ് ഫോർ ₹70 per kilo. അല്ലെങ്കിൽ ഉണക്കി കഴിഞ്ഞിട്ടുള്ള ആ ഒരു ഡ്രൈഡ് ഫിഷ് വിൽക്കുന്നതോ ₹70 ആണ്. 1 കിലോയ്ക്ക് ₹70 അല്ലേ. ഫ്രഷ് ഫിഷ് 15 രൂപയ്ക്ക്, 1 കിലോയ്ക്ക് 15 രൂപയ്ക്ക് വാങ്ങിക്കും. ഉണക്കി വിൽപ്പന ചെയ്യുമ്പോഴോ എന്താണ്, 1 കിലോയ്ക്ക് 70 രൂപയാക്കും. അങ്ങനെയെങ്കിൽ വി ഡ്രൈഡ് 6 കിലോഗ്രാം ഫ്രഷ് ഫിഷ് ടു ഗെറ്റ് 10 കിലോഗ്രാം ഓഫ് ഡ്രൈഡ് ഫിഷ്. അങ്ങനെയെങ്കിൽ അവർ 6 കിലോ മത്സ്യം ഫ്രഷ് ഫിഷ് വാങ്ങിച്ച് ഉണക്കിയാൽ അവസാനം കിട്ടുന്നത് എന്തായിരിക്കും, അതിൻ്റെ 1/3 വെയിറ്റ് ആയിരിക്കും അല്ലേ. 1/3 വെയിറ്റ് ആണ്.
അപ്പോൾ 6 into 1 6 ആണ്. 6 divided by 3 എന്താണ്? 6 divided by 3. 3യുടെ മൾട്ടിപ്പിൾസ് പറഞ്ഞ് നോക്കി. 1 3 is 3, 2 3s are 6. 2 മുകളിൽ എഴുതി. 2 3s are 6. 6 minus 6 0. സോ കോഷ്യന്റ് ആയിട്ട് കിട്ടി 2 കിട്ടി. അപ്പോൾ 6 കിലോ മത്സ്യം വാങ്ങിച്ച് ഫ്ലോറമ്മ ഡ്രൈ ചെയ്തെടുത്താൽ അവർക്ക് അവസാനം കിട്ടുന്ന ഫിഷിൻ്റെ വെയിറ്റ് എന്തായിരിക്കും? ഡ്രൈയിങ് പ്രോസസ്സിങ് എല്ലാം കഴിഞ്ഞിട്ട് 2 kilogram ആണ്. ഓക്കെ, അപ്പോൾ അവിടെ എഴുതിക്കുക എല്ലാവരും 2 kilogram. അതെങ്ങനെ കിട്ടി എന്നുള്ള കാര്യം അവിടെ എഴുതിയിട്ടുണ്ടാവണം. ഈ വർക്കിങ്സും എഴുതിയിട്ടുണ്ടാവണം. ഓക്കെ, ഇതെല്ലാം നോട്ട്ബുക്കിൽ എഴുതുന്നത്. ക്വസ്റ്റ്യൻസ് പേജ് ഫ്ലോറമ്മയുടെ ക്വസ്റ്റ്യൻസ് എല്ലാം നോട്ട്ബുക്കിൽ എഴുതുക. ഇനി for 6 kilogram fresh fish we have to pay. അങ്ങനെയെങ്കിൽ 6 കിലോ ഫ്രഷ് ഫിഷിന് ഫ്ലോറമ്മ കൊടുത്ത് ചെലവാക്കിയ പൈസ എന്തായിരിക്കും? 15 രൂപയാണ് 1 കിലോയ്ക്ക് ഫ്ലോറമ്മ വാങ്ങിക്കുന്നത് അല്ലേ? അങ്ങനെയെങ്കിൽ 6 കിലോ വാങ്ങിച്ചു. അങ്ങനെയെങ്കിൽ ഫ്ലോറമ്മ മീൻ വാങ്ങിക്കാൻ ചെലവഴിച്ച പൈസ എന്തായിരിക്കും? 6 കിലോ വാങ്ങിച്ചു. 1 കിലോയ്ക്ക് റുപ്പീസ് 15 രൂപയാണ് ഫ്രഷ് ഫിഷ്. അങ്ങനെയെങ്കിൽ ഫ്ലോറമ്മ 6 കിലോ വാങ്ങിച്ചു. അങ്ങനെയെങ്കിൽ എന്തായിരിക്കും? എത്ര രൂപ ചെലവഴിച്ച് കാണും? 1 കിലോയ്ക്ക് 15 രൂപയാണ്. അപ്പോൾ 6 കിലോയ്ക്ക് 15 into 6. 15 into 6 എങ്ങനെ ചെയ്യും? 15 into 6. 6 5s are 30. 0 carry 3. ഓക്കെ, ഇനി 1 6 is 6. 6 plus 3 9. അപ്പോൾ 6 കിലോ ഫ്രഷ് ഫിഷ് വാങ്ങിക്കാൻ ഫ്ലോറമ്മ ചെലവാക്കിയ പൈസ എന്താണ്? റുപ്പീസ് 90 അല്ലേ? 6 കിലോ വാങ്ങിച്ചു. 1 കിലോയ്ക്ക് 15 രൂപ വെച്ചിട്ട് 6 കിലോ ഫ്രഷ് ഫിഷ് റുപ്പീസ് 90 ആയി. അത് എഴുതിയിടുക, ടെക്സ്റ്റ് ബുക്കിൽ എഴുതുക ഫസ്റ്റ്. എന്നിട്ട് വേണം നോട്ട്ബുക്കിലോട്ട് വർക്കിങ്സ് സഹിതം ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് എല്ലാം വർക്കിങ്സ് ഉൾപ്പെടെ നോട്ട്ബുക്കിൽ എഴുതുക. ഓക്കെ, അങ്ങനെയെങ്കിൽ വി സെൽ 2 kilogram dried fish and get. അപ്പോൾ 6 കിലോ മത്സ്യം 90 റുപ്പീസിന് വാങ്ങിച്ചു. ഉണക്കിയെല്ലാം കഴിയുമ്പോൾ 2 kilogram ആകുമെന്ന് ഞാൻ പറഞ്ഞില്ലേ? അപ്പോൾ ആ 2 kilogram കിട്ടുള്ളൂ. ആ 2 kilogram വിൽക്കുമ്പോൾ ഫ്ലോറമ്മയ്ക്ക് എത്ര രൂപ കിട്ടും? വിൽക്കുന്നതിൻ്റെ വില എത്രയാണ്? റുപ്പീസ് 70 ആണ് അല്ലേ? ഡ്രൈഡ് ഫിഷ് 1 കിലോ വിൽക്കുന്ന പൈസ എന്ന് പറഞ്ഞാൽ റുപ്പീസ് 70 ആണ്. എന്താണ്? ഡ്രൈഡ് ഫിഷ് ഫ്ലോറമ്മ വിൽക്കുന്ന പൈസ ആണ് അല്ലേ? ഇപ്പോൾ 2 ഉണക്കി 6 കിലോ മത്സ്യം വാങ്ങിച്ച് ഉണക്കിയെടുത്തപ്പോൾ 2 കിലോയെ കിട്ടിയുള്ളൂ. അങ്ങനെ 2 കിലോ വിൽക്കുമ്പോൾ നമ്മുടെ ഫ്ലോറമ്മ കിട്ടുന്ന പൈസ എന്തായിരിക്കും? 70 into 2. 72 എന്താണ്? 72s are 40. 140ൻ്റെ കൂടെ 0 എഴുതിയാൽ മതി അല്ലേ? റുപ്പീസ് 140. മൾട്ടിപ്ലിക്കേഷൻ്റെ 3rd സ്റ്റാൻഡേർഡ് മുതൽ പഠിക്കുന്നതല്ലേ, എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ? നമുക്ക് ഈ 5th ക്ലാസ്സിൻ്റെ അവസാനത്തെ ചാപ്റ്റേഴ്സിൽ മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും എല്ലാം വരുന്നുണ്ട്. മിസ്സിൻ്റെ ഉദ്ദേശം ആ ഡിവിഷനും മൾട്ടിപ്ലിക്കേഷനും വരുന്ന ആ ചാപ്റ്റർ കുറച്ച് മുൻപ് നിങ്ങൾക്ക് എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിൽ ഡിവിഷൻ സെപ്പറേറ്റ് ക്ലാസ് ഞാൻ ചെയ്യാം. അതിൻ്റെ കൂടെ തന്നെ ഈ മൾട്ടിപ്ലിക്കേഷൻ്റെ ഡിവിഷൻ്റെയും കൂടെ ഗ്രാൻഡായിട്ട് നമുക്ക് ആ ചാപ്റ്റർ അങ്ങ് പഠിച്ചു കളയാം. ഓക്കെ, റെഡിയല്ലേ? ഓക്കെ, അപ്പോൾ 2 kilogram ഡ്രൈഡ് ഫിഷ് വിൽക്കുമ്പോൾ നമ്മുടെ ഫ്ലോറിന് കിട്ടുന്ന പൈസ എന്താണ്? 2 into 70 that is equal to rupees 140. അപ്പോൾ എഴുതിക്കും 2 into 70 that is equal to rupees 140. So if we dry 6 kilogram fresh fish we will earn. അങ്ങനെയെങ്കിൽ അവർക്ക് ചിലവായതും കിട്ടിയ പൈസ കണക്കുകൾ എഴുതാൻ പോകുന്നത്. 6 കിലോ ഫ്രഷ് ഫിഷ് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഫ്ലോറമ്മയുടെ ആദ്യം മുതലുള്ള കാര്യങ്ങൾ പറയുകയാണ്. ഇപ്പോൾ ഈ പറഞ്ഞ യെല്ലോ ബോക്സിലെ. അപ്പോൾ 6 കിലോ മത്സ്യം വാങ്ങിച്ചു കഴിഞ്ഞാൽ പുള്ളിക്കാർക്ക് ചിലവാകുന്ന പൈസ എന്തായിരുന്നു? 90 റുപ്പീസാണ്. പക്ഷേ വിൽക്കുമ്പോൾ കിട്ടുന്ന പൈസ 140 റുപ്പീസാണ്. അപ്പോൾ എന്താണ് പുള്ളിക്കാരുടെ ലാഭം എന്നറിയാൻ വേണ്ടി എന്ത് ചെയ്യണം? തമ്മിൽ നമ്മളൊന്ന് മൈനസ് ചെയ്ത് കൊടുക്കുക അല്ലേ? 140 മൈനസ് 90 ചെയ്തേ. 140 മൈനസ് 90 കിട്ടിയ രൂപ 140 അല്ലേ? 2 കിലോ മത്സ്യം വിറ്റപ്പോൾ കിട്ടിയത് 140 അല്ലേ? അപ്പോൾ 140 മൈനസ് 90 ദാറ്റ് ഈസ് ഈക്വൽ ടു റുപ്പീസ് 50 അല്ലേ? അപ്പോൾ 6 കിലോ ഫ്രഷ് ഫിഷ് വാങ്ങിച്ചിട്ട് ഫ്ലോറമ്മയ്ക്ക് കിട്ടിയ ലാഭം എന്തായിരുന്നു? വരവും ചെലവും എല്ലാം കഴിഞ്ഞ് ഫ്ലോറമ്മയ്ക്ക് കിട്ടിയ ലാഭം റുപ്പീസ് 50 ആണ് അല്ലേ? അങ്ങനെയെങ്കിൽ ബട്ട് ഇഫ് വി ഡ്രൈ 6000 kilogram വി ക്യാൻ ഏൺ റുപ്പീസ്. അങ്ങനെയെങ്കിൽ 6 കിലോ വാങ്ങിച്ചപ്പോൾ 50 രൂപ ലാഭം കിട്ടി. അല്ലെങ്കിൽ 6000 കിലോ
ഫ്രഷ് ഫിഷ് വാങ്ങിച്ചാൽ എന്തായിരിക്കും ലാഭം? എന്തായിരിക്കും? എന്താണ് 50 into 1000 ചെയ്താൽ പോലെ. കാരണം എന്താണ് 140 minus 90 എന്ത് കിട്ടി? ₹50 കിട്ടിയില്ലേ? ലാഭം അവിടെ എന്താണ് 50 കിട്ടിയില്ലേ? ഇനി 6000 6 കിലോഗ്രാമിന് എന്തായി? ₹50 ലാഭം കിട്ടി. അങ്ങനെയെങ്കിൽ 6000 കിലോഗ്രാം വാങ്ങിച്ചാൽ എന്തായിരിക്കും ലാഭം എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? 50 into 1000 ചെയ്താൽ മതി. ഉത്തരം എന്ത് കിട്ടി? എന്ത് കിട്ടും? കണ്ടുപിടിക്കാം. ഓക്കെ, 50 into 1000. ഒരു മാസത്തിൽ 6000 കിലോ ഫിഷർവുമൻസ് എല്ലാം കൂടെ വാങ്ങിച്ച് ഉണക്കി വിൽപ്പനയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് ലാഭം എന്ന് കണ്ടുപിടിക്കാനാണ് കേട്ടോ 50 into 1000 ചെയ്ത ആൻസർ ഒക്കെ എന്താണ് കണ്ടുപിടിച്ച് എഴുതുന്നത്. ഓക്കെ, എന്നിട്ട് ഈ ക്വസ്റ്റ്യൻ നോട്ട്ബുക്കിൽ കോപ്പി ചെയ്യുക, വർക്കിംഗ്സ് സഹിതം എഴുതുക. ഇനി അടുത്ത കാര്യം, പേജ് നമ്പർ 15. They are all very happy with this plan. അപ്പോൾ അവർക്ക് ഈ 3 രൂപ കിട്ടിയില്ലേ? അപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമായി. ഈ ഒരു ഡ്രൈ ഫിഷിൻ്റെ ഈ ഒരു പ്രോസസ്സിങ് ചെയ്ത് വിൽപ്പനയിൽ അവർക്ക് എല്ലാവർക്കും ഭയങ്കര സന്തോഷമുണ്ടായി. The group can make profits and each woman can get a salary for the work she does. ഗ്രൂപ്പിന് വലിയൊരു പ്രോഫിറ്റ് കിട്ടും, ലാഭം കിട്ടാൻ തുടങ്ങി. ഓരോ ഫിഷർ വുമൻസും, ഇതിന് പുറകിൽ പ്രവർത്തിക്കുന്ന ഓരോ ഫിഷർ വുമൻസും അവരുടെ സാലറി കിട്ടാൻ തുടങ്ങി. ഇനി സെപ്പറേറ്റ് ഒരു ഫിഷർ വുമൻ്റെ കാര്യം പറയുകയാണ്, ചാൻസി. I found that for 6,000 kilogram fish, we would need 1,500 kilograms salt every month. Its price is ₹2 per kilogram. 6000 കിലോ ഫിഷ് എന്താണ് ഉണക്കി വിൽപ്പനയൊക്കെ ചെയ്യണമെങ്കിൽ അവർക്ക് 1500 കിലോ സോൾട്ടിൻ്റെ ആവശ്യമുണ്ട്. 1 കിലോ സോൾട്ടിൻ്റെ വില ₹2 ആണ്. അപ്പോൾ അവിടെ എന്താണ് ഉപ്പ് വാങ്ങിക്ക് കുറച്ച് പൈസ ചിലവാകുന്നുണ്ട് അല്ലേ? പൈസ ചിലവാകുന്ന കാര്യങ്ങളൊക്കെ അവർ സെപ്പറേറ്റ് നോക്കി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഉപ്പിൻ്റെ കാര്യം നോക്കാൻ പോവുകയാണേ. ഇപ്പം പിന്നെ ട്രാൻസ്പോർട്ടേഷനും ഒക്കെ വേണ്ടി അവർക്ക് ചിലവായ കാര്യങ്ങളൊക്കെ ലാഭത്തിൽ നിന്ന് ഒന്ന് മാറ്റി നോക്കുകയാണ്. എന്താണ് ആക്ച്വലി അവർക്ക് കിട്ടുന്ന പൈസ എന്താണെന്ന് അറിയാൻ വേണ്ടി അവർ പിന്നെയും കാൽക്കുലേറ്റ് ചെയ്യുകയാണ്. മന്ത്ലി കോസ്റ്റ്, ഒരു മാസത്തെ ചിലവുകൾ എന്തൊക്കെയാണ്? സോൾട്ട് അല്ലെ, ഉപ്പിന് ചിലവുണ്ട്. അത് എന്താണ്? ഉപ്പിന് 1500 കിലോ ഉപ്പ് വേണം. അതിൻ്റെ 1 കിലോയുടെ വില 2 രൂപയാണ് ഉപ്പിന്. അപ്പോൾ 1500 into 2 that is equal to എന്താണ്? 1500 into 2 ചെയ്യാം. 0 into 2 0 ആണ്, 0 into 0 ആണ്, 5 into 2 10 ആണ്. 10ൻ്റെ 0 എഴുതി താഴത്തെ എഴുതി, ക്യാരി 1 മുകളിൽ കൊടുത്തു. 1 into 2 ആണ്, 2 + 1 3. ഉപ്പിന് വേണ്ടി അവർ ചിലവാക്കുന്ന പൈസ എന്താണ്? 3000 ആണ്. 3000. ഓക്കെ ഓക്കെ, മനസ്സിലാവുന്നുണ്ട് എല്ലാവർക്കും? ഉപ്പിന് വേണ്ടി അവർക്ക് ചിലവാക്കിയ പൈസ 3000 ആണ്. ഇനി പാക്കിംഗ് ആൻഡ് ബസ് ചാർജ്, പാക്കിങ്ങിനും ബസ് ചാർജിനും എല്ലാം കൂടെ പിന്നെയും വേറൊരു ₹3000 ആവുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ടോട്ടൽ മന്ത്ലി കോസ്റ്റ് ഓഫ് ഡ്രൈയിങ് ആൻഡ് സെല്ലിംഗ് ദ ഫിഷ്, അങ്ങനെയെങ്കിൽ അവർക്ക് ഉണക്കലിനും വിൽക്കലിനും എല്ലാം കൂടെ ആയിട്ട് ചിലവാകുന്ന ആ ഒരു മാസത്തെ വേറൊരു കണക്കാണ് എന്താണ്? ഈ 3000 പ്ലസ് ഈ ബസ് ചാർജ് 3000 that is equal to 6000. അപ്പോൾ അവരുടെ വേറൊരു ചിലവാണ് ഒരു മാസത്തെ ₹6000. ഫസില, that sounds very good. Our calculation tells us that every month our bank will earn ₹44,000. എന്താണ് ഫസില ഭയങ്കര സന്തോഷമായിട്ട് ഇരിക്കുകയാണ്. കാരണം എന്താണ്? അവർക്ക് സേവിങ്സ് ആണ് ₹44,000 ഉണ്ട് എന്നാണ്. അതെങ്ങനെ കിട്ടിയെന്ന് സംശയം വരും അല്ലേ? മിസ് പറഞ്ഞില്ലേ പേജ് നമ്പർ 14 ഒരു ക്വസ്റ്റ്യൻ ഹോംവർക്ക് ആയിട്ട് ചെയ്യാനായിട്ട് 50 into 1000 അല്ലേ? 50 into 1000 എന്താണ്? 50,000. ഒരു മാസം എന്താണ് നമുക്ക് കിട്ടുന്ന എമൗണ്ട് ₹50,000 ആണ്. പിന്നെ അവർ ഉപ്പ് വാങ്ങിക്കാനും അവർക്ക് ട്രാൻസ്പോർട്ടേഷനും അവരുടെ പാക്കിങ്ങിനും എല്ലാം വേണ്ടി അവർക്ക് ചിലവാകുന്ന പൈസ എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ കണ്ടുപിടിച്ച് പേജ് നമ്പർ 15. സോ ടോട്ടൽ മന്ത്ലി കോസ്റ്റ് ഓഫ് ഡ്രൈയിങ് ആൻഡ് സെല്ലിംഗ് ദ ഫിഷ് ₹6000 ആണ്. അപ്പോൾ ഇത് കിട്ടുന്ന പൈസ, ഇത് അതിൽ നിന്ന് ചിലവാകുന്ന പൈസ. അപ്പോൾ ടോട്ടൽ എത്ര രൂപയാണ് അവിടെ യഥാർത്ഥത്തിൽ വരുന്നതെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? 50,000 minus 6,000 ചെയ്യണം. 50,000 minus 6,000 ചെയ്യണം. അപ്പോൾ എന്ത് കിട്ടും? ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞ പോലെ നമ്മുടെ മന്ത്ലി സേവിങ് ₹44,000. മനസ്സിലായോ? അപ്പോൾ ഹോംവർക്ക് ഞാൻ ചെയ്തു തന്നാ കേട്ടോ, ഇല്ലേ?
ഇനി നിങ്ങൾക്ക് എന്താണ് ഈ മിസ്സിൻ്റെ ക്ലാസ് കണ്ടിട്ട് അതിൽ ആ വർക്കുകളെല്ലാം ആൻസേഴ്സ് എല്ലാം മിസ് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് മനസ്സിലാക്കി പഠിച്ചിട്ട് എന്ത് ചെയ്യുക, നോട്ട്ബുക്കിൽ ചെയ്യുക. പിന്നെയും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, പിന്നെയും ആ വർക്കിങ്സ് ഒക്കെ പിന്നെയും ചെയ്യാൻ ശ്രമിക്കുക. ട്രൈ. എന്താണ്, ഇഫ് യു ട്രൈ യു ക്യാൻ വിൻ എന്നാണ് അല്ലേ. നമ്മൾ ചെയ്ത് പഠിച്ച് നമുക്ക് ഒരു തവണ കണ്ടാൽ ചിലപ്പോൾ മനസ്സിലായിരിക്കില്ല. പിന്നെയും ചെയ്ത് നോക്കുക. ഡൗട്ട് ഉണ്ടെങ്കിൽ മിസ്സിനെ കോൺടാക്ട് ചെയ്യുക. അങ്ങനെ ചെയ്ത് പഠിക്കുമ്പോഴാണ് നമ്മൾ ആക്ച്വലായിട്ട് നന്നായിട്ട് പഠിക്കുന്നത് അല്ലേ. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുമല്ലോ. ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മിസ്സിനെ കോൺടാക്ട് ചെയ്യുക. നോട്ട്ബുക്കിൽ ചെയ്യാൻ പറഞ്ഞ് പേജ് നമ്പർ 14 ആക്ടിവിറ്റീസ് കംപ്ലീറ്റ് നോട്ട്ബുക്കിൽ ചെയ്യുക. ഈ വർക്കിങ്സ് ഒക്കെ എല്ലാം സ്വന്തമായി ചെയ്യാൻ ശ്രമിക്കുക. കാരണം ഒരു TP ഉണ്ടായിരിക്കും. ഈ 2 ചാപ്റ്റേഴ്സ് കഴിയുമ്പോൾ ഒരു TP ഇടുന്നതായിരിക്കും. അതുകൊണ്ട് നന്നായിട്ട് പഠിക്കണം കേട്ടോ. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ മിസ്സിനെ കോൺടാക്ട് ചെയ്യുക. നോട്ട്ബുക്ക് കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്.